ട്രാങ്ക്ലൈസേഷൻ എന്ന രീതി എപ്പോഴാണ് ആവശ്യം വരുന്നത്? അനിമൽ പ്രൊവക്കേറ്റീവ് ആവുന്ന ബിഹേവിയർ കാണിക്കുന്ന സയൻസിൽ മാത്രമേ നമ്മൾ ആ ഒരു സിംറ്റം കാണിക്കുമ്പോഴാണ് നമ്മൾ ട്രാങ്ക്ലൈസേഷനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിന് ബിഫോർ ആയിട്ട് എന്തിനാ ട്രാങ്ക്ലൈസേഷൻ നമ്മൾ തീരുമാനം എടുക്കുന്നത്? ഇപ്പൊ കരടിയുടെ കാര്യത്തിലാണെങ്കിലും പുള്ളിപ്പുലിയുടെ കാര്യത്തിലാണെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് മയക്കുവെടി, ഇത് അരിക്കൊമ്പൻ സക്സസ് ആയതിനു ശേഷം എല്ലാം ഇപ്പൊ മയക്കുവെടി എന്നുള്ള ഇതിലേക്ക് പോവുകയാണ്. ആ കാണുമ്പോൾ ഹ്യൂമൻ ആസ്പെക്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണെങ്കിൽ പോലും നമ്മൾ അനിമലെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ അനിമലിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അവിടെയുണ്ട്. മാനന്തവാടി ടൗണിന് 7 കിലോമീറ്ററിൽ കോർ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകുന്ന ഏരിയ. ആന ഒരിക്കലും സ്ട്രേഞ്ച് ഹാബിറ്റാറ്റിൽ നിൽക്കില്ല. ഒരു വൈൽഡ് അനിമൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ സെൻസിറ്റീവ് ആയിട്ട് ആനയ്ക്ക് തീർച്ചയായിട്ടും അറിയാം. എന്തിനാണ് ട്രാങ്ക്ലൈസേഷൻ ഇമീഡിയറ്റ് ആയിട്ട് എടുത്തത്? ഒരു 144 ഡിക്ലെയർ ഇത്രയും പെട്ടെന്ന് ഒരു ട്രാങ്ക്ലൈസേഷൻ ഡിസിഷൻ ഒരിക്കലും ആവശ്യമില്ലാത്തതായിരുന്നു. വെയിറ്റ് ചെയ്യാമായിരുന്നു. RRTന്റെ അവിടെ വൈൽഡ് ലൈഫ് എക്സ്പേർട്സ് ഉണ്ട്, അവർക്കറിയാം ആന എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഇവരൊന്നും ആനയെ കുറിച്ച് അറിയാത്തവരൊന്നല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ദിവസം വെയിറ്റ് ചെയ്യാം. കല്ലടിക്കോട് മലയിൽ നിന്ന് ഒറ്റപ്പാലത്ത് പോയി പുഴയെ കടന്ന് 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് കല്ലടിക്കോട് മലയെത്തിയ ആനകൾ പാലക്കാടുണ്ട്. ഒരു ട്രാങ്ക്ലൈസേഷൻ നടന്നിട്ടില്ല, ഒന്നും. അന്ന് ജയകുമാറിന്റെ ഡ്രൈവർ തിരുവനന്തപുരത്തുള്ള അരുൾ, അദ്ദേഹമാണ് ഒറ്റയ്ക്കാണ് ഡ്രൈവ് ഔട്ട് ചെയ്ത് കല്ലടിക്കോട് മലയിൽ തിരിച്ചെത്തിച്ച ആനകൾ. ഇത് എനിക്കിവിടെ അനുഭവമുള്ളത്. അങ്ങനെ കോങ്ങാട് ടൗണിൽ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന്റെ യാർഡിൽ ആനകൾ, കാട്ടാനകൾ ഇവിടെയൊക്കെ വന്ന് ഒരാളും ഇവിടെ പ്രൊവക്കേറ്റീവ് സയൻസ് ഉണ്ടാക്കിയിട്ടില്ല, ട്രാങ്ക്ലൈസേഷൻ തീരുമാനം എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഹ്യൂമൻ മൈലേജിന് വേണ്ടി പെട്ടെന്ന് ഒരു ട്രാങ്ക്ലൈസേഷൻ തീരുമാനം എടുക്കുന്നത്? ബാക്കി എല്ലാം അവിടെ നിൽക്കട്ടെ, ബാക്കി എക്സ്പേർട്സ് പറയുന്നത് എല്ലാം അവിടെ നിന്നോട്ടെ, അതൊക്കെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. പക്ഷേ ഈ ട്രാങ്ക്ലൈസേഷൻ എല്ലാറ്റിനും ഇപ്പൊ ട്രാങ്ക്ലൈസേഷൻ ആണ് ഇമീഡിയറ്റ് ആയിട്ട് ഒരു തീരുമാനം. അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് ഒരിക്കലും. അത് അരിക്കൊമ്പന്റെ കാര്യത്തിൽ ഇപ്പൊ എല്ലാം മയക്കുവെടി ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. അത് വളരെ തെറ്റായ ഒരു ഡിസിഷനാണ്. അനിമലിന്റെ വെയിറ്റോ അനിമലിന്റെ സിംറ്റം ഇതൊക്കെ അവിടെ നിന്നോട്ടെ. ട്രാങ്ക്ലൈസേഷൻ ഇത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണെന്ന് എല്ലാ എക്സ്പേർട്സിനും അറിയാം. അത് വളരെ അപകടമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇമീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ തീരുമാനം എടുക്കുന്നു, 144 ഡിക്ലെയർ ചെയ്യുന്നു. അത് വളരെ ഖേദകരമായി പോയി എടുത്ത ഹ്യൂമൻ മൈലേജിന് വേണ്ടി ഇനിയെങ്കിലും ഒരിക്കലും ചെയ്യരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആനകൾ എന്തുകൊണ്ട് കാട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അല്ല മറ്റുള്ള വന്യജീവികൾ എന്തുകൊണ്ട് കാട്ടുന്നു? KFR ആയി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അധിനിവേശ സസ്യങ്ങൾ ഒരുപാട് കാട്ടിൽ വളരുന്നുണ്ട്, ഫുഡ് സ്കേസിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് ആനകൾക്കും മറ്റുള്ള മൃഗങ്ങൾക്കും അവിടെ നിൽക്കാൻ പറ്റുന്ന ഭക്ഷ്യ ഇത് വരുന്നുണ്ട്, ഫുഡ് സ്കേസിറ്റി വരുന്നുണ്ടെന്നുള്ള പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സജീവൻ ഡോക്ടർ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല, ഒന്നും ചിന്തിക്കുന്നില്ല. ആനകൾ വന്ന ഉടനെ മയക്കുവെടി വെക്കണം, അല്ലെങ്കിൽ കരടി വന്നാലും മയക്കുവെടി വെക്കണം. ഹ്യൂമൻ മൈലേജ് ആണ് നമ്മൾ കാണുന്നത്. ഇത് വളരെ ഒരു ഖേദകരമായി പോയി എന്നല്ലാതെ കൂടുതൽ എനിക്കിപ്പോ പറയാൻ